അപ്പം എങ്ങനെയാ വീണ്ടും വന്നു. ഞാൻ കുക്കീസ് കഴിച്ചില്ല കേട്ടോ, കുക്കീസ് വാങ്ങിച്ചു കൊണ്ടാവാന്ന് വിചാരിച്ച് കഴിച്ചില്ല. ഇപ്പം ഞാനൊരു സ്പെഷ്യൽ പേഴ്സണെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഹർ നെയിം ഈസ് മറിയ സൈക്കിൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോളിലാണ് ഞാൻ എത്തിയത്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിപ്പോയി, ഭയങ്കര ത്രില്ലിംഗ് ആയിപ്പോയി, ഭയങ്കര ക്രിയേറ്റീവ് ആയിപ്പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാനൊരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത്. പഠിച്ചോ ഇല്ലേ നിങ്ങൾ ചോദിക്കരുത്, ഞാൻ കോളേജിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് പോയട്രി എഴുതുന്നവരെ വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്കും അറിയാലോ ഞാൻ കൊച്ചായിട്ട് എഴുതാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും വാണ്ടറിങ് സോൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞ് ഞാൻ കുത്തിക്കുറിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വായിക്കാറുണ്ട്. എൻ്റെ പ്രണയ പുസ്തകം എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്ന മലയാളം പോയട്രീസ് നിങ്ങൾ വായിക്കാറുണ്ട്. നമുക്ക് തോന്നുമല്ലോ എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. വൈ ആം ഐ റൈറ്റിംഗ്, അല്ലെങ്കിൽ യുനോ എന്തിനതൊക്കെ കുത്തിക്കുറിച്ച് വെക്കണേന്ന് ചോദിച്ചാൽ അതും അറിയില്ല. എന്നാൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അതും അറിയില്ല. അതായത് പേഴ്സണൽ വർക്ക്. നിങ്ങൾക്ക് അറിയാം, 2 ബുക്കിൽ കുഞ്ഞു എൻ്റെ സ്റ്റോറീസ് ഞാൻ എഴുതിയത് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു റൈറ്ററാണെന്ന് ക്ലെയിം ചെയ്യാനേ പറ്റാത്ത ഒരാളാണ്. പക്ഷെ എനിക്ക് റൈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ റൈറ്റേഴ്സിനോട് ഭയങ്കര ആരാധനയുള്ള ആൾക്കാർക്ക് ഒരുപാട് റൈറ്റേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ ഞാൻ മൈബോ ട്രീയിലാണുള്ളത്. ആൻഡ് എന്താ പറയുക, ലോക്കൽ റൂട്ട്സ് കമ്മ്യൂണിറ്റി മാർക്കറ്റിൽ ഞാൻ ഓരോരോ സ്റ്റോൾസ് ആയിട്ട് ഓരോരുത്തരായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ടു സപ്പോർട്ട് മൈ സിസ്റ്റേഴ്സിനിട്ട് ഇന്നൊരു ഹോൾ ഡേ ഞാൻ കൊടുത്തിരിക്കുക. വൈകുന്നേരം 6 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചതിൽ മേലെ നിങ്ങൾക്കൂടെ കാണാനുണ്ട് കേട്ടോ. ഞാൻ ഈ ഭയങ്കര സ്ലോ ആണ് ഈ റെക്കോർഡിങ്ങിൽ, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. സോ റെഡി ടു മീറ്റ് മറിയ സൈക്കിൾ. എന്താ പറയുക, ഒരു ചെറിയ മോളാണ് കേട്ടോ, നിങ്ങൾ കണ്ടോ? ഒരു മിനിറ്റ്. Okay. Give me a word and I'll give you a poem. That's what Mariam says. So this is Mariam. Hi. Hi. I am Mariam. I write poems. You can give me a feeling, a memory, any word, any proper noun, and I'll turn it into a poem within 5 minutes. And it's pay what you want. Wow. Okay. So what do you write on? Like anything, any word? Any, but most people prefer love, and it's all different kinds of loves that people express when they share their memories and they share their stories. So it's like introducing yourself to like the diversity of feelings. Okay. So how long have you been writing? Since I was 9. 9. And how come you attained the skill of doing that instant poem on anything? Practice. How much time do you take on one subject? It can differ, right? It depends on the person. Okay. And what they share. Sometimes it takes 5 minutes. Sometimes somebody says something so existential and real that it takes me time to process and takes me 10 minutes. Can you write a poem for me? Sure. So what would be the subject? About you meeting me today. Okay. Is that okay? Yes. Yes, because I observed you and you were quite fun to observe. Oh really? Yes. Okay. So right now as well. Huh? Yes. Okay, so you will write a poem about me. you. Okay, so you're starting now. പേപ്പറും പെന്നൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. അപ്പം മറിയം ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്നെക്കുറിച്ചുള്ള പോയട്രി എഴുതുന്ന മറിയത്തിനെയാണ് നിങ്ങൾ കാണുന്നത്. എന്തൊക്കെയാണാവോ എഴുതി വയ്ക്കുക, നോക്കാം. ഏതായാലും ഇത് ഫുള്ള് ലൈവായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഈവനിങ്ങിൽ ഞാൻ ഈ പോയട്രി വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇപ്പോൾ മറിയത്തിൻ്റെ പേജ് ഞാൻ ടാഗ് ചെയ്യാം. പജാമ പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് മറിയത്തിന്. ആൻഡ് സോ നൈസ്. ഞാൻ ഈ സ്റ്റോളിൽ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഒരു കൊച്ചു സ്ഥലം ഇത് ഉണ്ടോ, പോയട്രീസ് എഴുതുന്നു. ഒരു പഴയ സോ ക്യൂട്ട്. എനിക്ക് കാലിഗ്രാഫി പെൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് വെച്ച് എഴുതുമ്പോൾ എന്തൊരു നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. സോ ക്യൂട്ട് ഹാൻഡ് റൈറ്റിംഗ്. അപ്പോൾ ദിസ് ഇസ് മറിയ. ആൻഡ് ഞാൻ വീണ്ടും തിരിച്ചു വരാം കേട്ടോ. ബിക്കോസ് മറിയ എന്നെക്കുറിച്ച് എഴുതുന്ന പോയിട്രി എന്താന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അവൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ ഷുഡൻ ബി ഡിസ്റ്റർബ്ഡ് വെൻ ഷീ ഈസ് റൈറ്റിംഗ്. സോ ദിസ് ഇസ് മറിയം ആൻഡ് ലെറ്റ് ഹർ റൈറ്റ് ആൻഡ് ഐ എം ലീവിങ് ഹർ ടു ഹർ സെൽഫ്. എന്നോട് ആദ്യം പറഞ്ഞു കേട്ടോ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, എനിക്ക് സമയം തരണം. അതെന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും അങ്ങനെ ഒരു കാര്യമുണ്ട്, അവരുടെ ഒരു സ്പേസ് വേണം. അപ്പോൾ ഇപ്പോൾ മറിയത്തിന് ഞാൻ ആ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്നെക്കുറിച്ച് മറിയം എഴുതുന്ന പോയട്രി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും, കേൾപ്പിച്ചു തരും, വായിച്ചു തരും. പക്ഷെ ഇപ്പോൾ എഴുതാൻ നിന്നാൽ ഇപ്പം വായിക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. സോ മറിയത്തിൻ്റെ കവിത എഴുത്തും നടക്കട്ടെ. ഞാൻ വീണ്ടും വരാം. ഓക്കെ, സി യു.
have time.